ശരിക്കും ഇതിൽ അഭിപ്രായം പറയേണ്ടത്, വിമർശനം ഉന്നയിക്കേണ്ടത് സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾ തന്നെയായിരിക്കും. അവർക്കെന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. CP ജോണിന്റെ വിവാദ പരാമർശത്തിനെതിരെ വ്യാപക വിമർശനം തന്നെയാണ് ഉയർന്നത്. യാത്രക്കാരായ സ്ത്രീകളെ അപമാനിക്കും വിധമാണ് മന്ത്രിയുടെ പരാമർശമെന്നാണ് പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു അഭിപ്രായം. സ്ത്രീകൾക്ക് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേൾക്കാം. പൈസ കൊടുക്കേണ്ടാത്ത ബസ്സിൽ കാശ് കൊടുക്കാതെ സ്ത്രീകൾ ഇടിച്ചു കയറുന്നു. പക്ഷേ സ്കൂളിൽ കാശ് കൊടുത്ത് പിള്ളേരെ പഠിപ്പിക്കുന്നു എന്ന് എന്താ പറയാനുള്ളത്? സർക്കാർ തന്നെ തന്നെ അവർ തന്നെയാണ് ഇത് വിട്ടത്. അപ്പോൾ ഇനി നമുക്ക് ഒരു എതിരഭിപ്രായം പറയാനുള്ള വയസ്സില്ല. അവരനുവദിച്ച് തന്നല്ലേ കയറിയത്. ഗവൺമെൻറ് എന്തെങ്കിലും നിബന്ധന വയ്ക്കണമെന്നാണ് എൻ്റെ. ഒന്നുകിൽ വരുമാനത്തിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ഏജൻ്റെ അടിസ്ഥാനം. മന്ത്രിയെ കുറ്റം പറയാനും പറ്റൂല. ആൾക്കാർ ഇതുകൊണ്ട് പച്ച പഠിച്ച് പോകുന്നവരുമുണ്ട്, അവർക്കെതിരെ പറയാനും പറ്റില്ല. ബസ് വെറുതെ ഓടുന്നതിന് ആൾക്കാരെയും കൊണ്ടല്ലേ ബസ്സിന് ഓടാക്കും. അപ്പം നമ്മൾ മാക്സിമം കയറാവുന്നവർ അത്രയും കയറി ഇവിടെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. അവർ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ ഒരു സ്ത്രീ സുരക്ഷ പെൻഷൻ നിർത്തി വെച്ചു. അപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തത് കൊണ്ടല്ല കയറണത്, എല്ലാവരും കയറാൻ തന്നെയാണ് ചെയ്യുന്നത്. പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ട്. കാരണം അവർ തന്നിട്ടാണ് നമ്മൾ കയറുന്നത്. അത് തന്നെ. അപ്പോൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ല. അവരാണല്ലോ ഇത് കൊണ്ടുവന്നത്, നമ്മളൊന്നും ആവശ്യപ്പെട്ടില്ല. അത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം, അതാണ് വേണ്ടത്. അല്ലാതെ പണക്കാർക്കൊക്കെ കൊടുത്ത് അതിനെ ഒരു കാർഡ് ഉണ്ടാക്കി അത് വേണം മുഖ്യമന്ത്രി ചെയ്യാൻ. സ്ത്രീകൾക്ക് ഇങ്ങോട്ട് തന്ന വാഗ്ദാനമാണ്. ഞങ്ങൾ ആരും അങ്ങോട്ട് പോയി ചോദിച്ചില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം വേണം. ശരിയല്ല. ആദ്യമേ മന്ത്രിയല്ല പറഞ്ഞത്, ജയിക്കും മുമ്പേ പറഞ്ഞത് അങ്ങനെയാണല്ലോ. ഇല്ല, മന്ത്രി പറഞ്ഞത് മോശമല്ല, അതും ഒരു ഗണം ശരിയാണ്. ജനങ്ങൾക്ക് പോകാനല്ലേ ഒരു ഫ്രീ വെച്ചത്, പിന്നെ അവരെല്ലാവരും ഇടിച്ച് കയറും. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വരുമാനം ഇല്ലാതെയല്ല, സർക്കാർ അങ്ങനെ ഒരു ആനുകൂല്യം നമുക്ക് തരുമ്പോൾ അത് നമ്മൾ വാങ്ങിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇടിച്ചു കയറലൊന്നുമില്ല, കിട്ടണ ബസ്സിന് പോരും. ചെറായിന്ന് ഒരു ബസ് ഉണ്ട്, ആ ടൈമിൽ ഇടാം. ആ ടൈമിലുള്ള ബസ്സിന് വരെ ഞങ്ങൾക്ക് നേരിട്ട് ഇവിടെ എത്താം. പക്ഷേ ഓൾറെഡി കുറേ പേര് ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ജോലിക്കാരായാലും അത്യാവശ്യം സാലറി ഉള്ളവർ, പണക്കാരായാലും പ്രിയദർശിനെ ആശ്രയിച്ച് തന്നെ പോകുന്നത്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ബസ്സിലൊക്കെ ഭയങ്കര തിരക്കാണ്. ഇപ്പം ഞങ്ങനൊക്കെ ഇവിടെ ചേട്ടനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ശരിക്ക് ഈ ട്രാൻസ്പോർട്ടിൽ തന്നെ വരണം. ഫ്രീ വേണമെന്നില്ല, ഞങ്ങൾക്ക് ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെ പോലുള്ള കുറേ ആൾക്കാർ ബുദ്ധിമുട്ടുന്നപ്പോൾ അത് കാരണം ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് വേണ്ടായിരുന്നു. ഇതെന്ന് വെച്ചാൽ സ്ത്രീകളൊക്കെ തീരുമാനിക്കണം. ഞങ്ങൾക്ക് കാശുണ്ടെങ്കിൽ ഞങ്ങൾ പൈസ കൊടുത്ത് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സൗജന്യ യാത്ര ആഗ്രഹിക്കണവരാണെങ്കിൽ വേണം, പൈസ ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യട്ടെ.